ശ്രീമതി രമ, ഇവരുടെ ഗതികേട് വെളിപ്പെടുകയാണോ? TPA വധിച്ചത് ഉന്നത ഇടപെടലിലൂടെയാണെന്നും ഏതൊക്കെ നേതാക്കൾ ഇതിൽ പങ്കാളികളാണെന്നും എന്നത് വ്യക്തമാണ്. കേസന്വേഷണത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാരണങ്ങളാൽ പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം എവിടെയാണെന്നും ഇതെങ്ങനെയാണ് നടപ്പാക്കിയതെന്നും കേരളത്തിലെല്ലാവർക്കും വ്യക്തമാണ്. അങ്ങനെ ഇരിക്കെ ഈ പ്രതികളെ തള്ളിപ്പറയാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണോ ഇവർ? ഈ കുറ്റവാളികളിൽ പലരും പരോൾ നേടിപ്പോകുമ്പോൾ അവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് പല ദൃശ്യങ്ങളിലൂടെയും ഫോട്ടോകളിലൂടെയും നമ്മളൊക്കെ കണ്ടതുമാണ്. ഇവരൊക്കെ എന്തു ചെയ്താലും ഇവരെ സംരക്ഷിച്ചേ തീരൂ എന്ന അവസ്ഥയിലാണോ ഉന്നതരായ CPM നേതാക്കൾ? അതിലെന്ത് സംശയം വിനു? അത് ഉറപ്പാണല്ലോ. ഇതുവരെയുള്ള ഈ 12 വർഷമായിട്ടും ഉള്ള ഈ ഒരു സംഭവ വികാസങ്ങൾ തന്നെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവില്ലേ? ഈ പ്രതികളോടുള്ള പാർട്ടിയുടെയും ഈ നേതാക്കന്മാരുടെയും വിധേയത്വം, ആ വിധേയത്വമാണ് ഓരോ സമയത്തും പുറത്തു വരുന്നത്. കാരണം ഇവർ പുറത്തു വന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവരെ സംരക്ഷിച്ചില്ലെങ്കിൽ, ഈ കൊടും ക്രിമിനലുകൾ പറയുന്നത് പോലെ നിന്നിട്ടില്ലെങ്കിൽ ഇവർ പറയുന്ന പലതും ഈ നേതാക്കന്മാർക്ക് എതിരെ വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമാവുമെന്നറിയാത്തവരല്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായി സംരക്ഷണം കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ക്രിമിനലുകളൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശിക്ഷ വിധിച്ചതിന് ശേഷം ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. ആരാണ് ഈ സുപ്രീം കോടതിയിലൊക്കെ അപ്പീൽ പോകാൻ ഈ പ്രതികൾക്ക് പണം കൊടുക്കുന്നത്? ഏത് അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇത്രയും തുക ചെലവഴിച്ച് ഈ കേസ് നടത്താനുണ്ടാകുന്ന ഇത് എവിടുന്നാണ് കിട്ടുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും നമ്മൾ കണ്ടതാണല്ലോ, ഏറ്റവും പ്രമുഖരായ വക്കീൽമാർ വന്നത്, ഈ ക്രിമിനലുകൾക്ക് വേണ്ടി വന്നത് എവിടുന്നാണ് പണം മുടക്കിയത്? അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമാണ്. CPMൻ്റെ ആളുകൾ, CPM നേതാക്കന്മാർ, അവർക്ക് തങ്ങളുടെ മേലേക്ക് ഇത് വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രതികളെ സംരക്ഷിച്ചേ മതിയാവുള്ളൂ. ഈ പ്രതികൾ പറയുന്നതിനനുസരിച്ച് നിന്നേ മതിയാവുള്ളൂ. അവരുടെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ച് മുട്ടുവിറച്ച് നിൽക്കുകയാണ് ഈ സർക്കാർ. അതാണ് അവർക്ക് ഇത്തരത്തിലുള്ള വഴിവിട്ട നിയമത്തിനെ മറികടന്നുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് റെമിഷന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാർ നിർബന്ധിതമായത്. ഇപ്പോൾ 30 ദിവസത്തെ പരോൾ അനുവദിക്കാൻ വേണ്ടി നിർബന്ധിതമായത്. ഞാനതാ പറഞ്ഞ 12 ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് MR അഭിലാഷ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കൊടും ക്രിമിനലായി ഇതിൻ്റെ മുന്നേ പരോളിലിറങ്ങി പുറത്തു വന്ന സമയത്ത് നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 12ഓളം ക്രിമിനൽ കേസുകൾ മാത്രം ഈ കൊടിസുനിയുടെ പേരിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ 30 ദിവസത്തെ പരോളിന്, അമ്മയുടെ ആവശ്യമുണ്ടെങ്കിൽ അടിയന്തര പരോൾ അനുവദിക്കാം, അടിയന്തര പരോൾ 7 ദിവസം, അങ്ങനെയാണല്ലോ പറയുന്നത്. ഓർഡിനറി പരോൾ ആണ് 30 ദിവസം. ഓർഡിനറി പരോൾ അനുവദിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഈ പ്രതിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. ഇവർക്ക് CPMന് ഈ പ്രതികളെ ഭയമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ പ്രശ്നമാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഇവർക്കനുസരിച്ച് നിൽക്കുക മാത്രമേ അവർക്ക് ഇപ്പോൾ ഗത്യന്തരമുള്ളൂ. ആ ഗതികെട്ട അവസ്ഥയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോരുന്നത്. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു ഈ ഭരണം കഴിയുന്നതിൻ്റെ മുന്നേ, അവസാനിക്കുന്നതിൻ്റെ മുന്നേ എന്ന് നമുക്ക് കണ്ടറിയാം വിനു. ശ്രീ ഉമേഷ് ബാബു, പ്രായമായ ഒരു അമ്മയ്ക്ക് മകനെ കാണാൻ ആഗ്രഹമുണ്ടായിരിക്കും. മകനെ കാണണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, അതിനുള്ള വഴികൾ തേടുന്നതിലും തെറ്റില്ല. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷനിൽ ആ അമ്മ പറയുന്നത് മകൻ അവധിയിൽ ഇറങ്ങിയാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് താൻ ഉറപ്പ് നൽകുന്നുവെന്നും അപ്രകാരമുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റുവഹിക്കുന്നതാണെന്നും ആകയാൽ ഇക്കാര്യത്തിൽ കമ്മീഷൻ ഇടപെട്ട് മകൻ അവധി അനുവദിക്കുന്നതിനുള്ള നടപടികൾ ചെയ്തു തരണമെന്നുമാണ് പരാതിക്കാരി ബോധിപ്പിച്ചിട്ടുള്ളത്. ഇക്കാര്യം രേഖപ്പെടുത്തി അപേക്ഷയും സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യങ്ങൾ, അതായത് ഈ മകൻ അവധിയിൽ ഇറങ്ങിയാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന ഒരു പാവം അമ്മയുടെ ഉറപ്പുകൂടി ഈ കമ്മീഷൻ കണക്കിലെടുത്തിരിക്കുകയാണ്. അതാണ് ജയിൽ അധികാരികളെ അറിയിക്കുന്നത്. അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ ഉത്തരവ് എന്ന് പറയുന്ന സാധനമൊന്നും ഞാൻ വായിക്കാനും പുറപ്പെടാതിരുന്നത് അതുകൊണ്ടാണ് വിനു. ഇതൊരു കടലാസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് CPMന്റെ ഒരു പതിവ് തന്ത്രമാണിത്. കാരണം എന്തിന്റെ മേലേക്കും ചാരിയിട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ്.
അത് മാത്രമല്ല, ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഞാൻ കടലാസ് എന്ന് പറയുന്നത് കടലാസ് ഉണ്ടാക്കുക. മനുഷ്യാവകാശ കമ്മീഷന്റെ കടലാസിലെ ഈ ഉത്തരവ് എന്ന് പറഞ്ഞ ഭാഗം നോക്കുക, എത്ര ആംബിഗസ് ആണത്. സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിന്റെ ഭാഗമായി പുറത്തു വരുന്ന ഏത് ഉത്തരവും അസന്നിഗ്ധമായിരിക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ വലിയ നിയമപണ്ഡിതനൊന്നുമല്ല, അഭിലാഷിനെ പോലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം. അസന്നിഗ്ധമായിരിക്കണം ഒരു ഉത്തരവ് എന്നാണ് സാധാരണ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ജുഡീഷ്യൽ ഉത്തരവ് അസന്നിഗ്ധമായിരിക്കണം. ഇത് വളരെ ആംബിഗസ് ആണ്. എങ്ങനെയോ ഈ പറയുന്ന അതിൽ ആ വാചകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തമാശ തോന്നുന്ന തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഈ അമ്മയ്ക്ക് എങ്ങനെ ഉറപ്പ് കൊടുത്താൻ പറ്റുക? മകൻ ഈ പരോളിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ മകന്റെ കൂടെ അമ്മ എല്ലാ നേരവും ഇത് അങ്ങനെയല്ല. പ്രസിഡൻസ് അതല്ല. അയാള് നേരത്തെ രാമൻ പറഞ്ഞ മാതിരി 12 കേസോ മറ്റോ കുറ്റവാളിയായിരിക്കുമ്പോൾ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കിയ ഒരുത്തനാണ്. അപ്പൊ ഇത് കടലാസൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഒരു പെറ്റീഷൻ ഉണ്ടാക്കുക, ആ പെറ്റീഷന്റെ പുറത്ത് ഇങ്ങനെ ഒരു ഉത്തരവ് മനുഷ്യാവകാശ കമ്മീഷൻ വരും എന്ന് ഉറപ്പാക്കുക, ആ കടലാസിനെ ചാരിയിട്ട് ഈ ജയിൽ DIG എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ ഒരു അത്ഭുതമില്ല. കാരണം ഈ ഓഫീസർമാരുടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടന CPM സംഘടനയാണ്. അതിലെ പലരും CPMന്റെ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ കേരള പോലീസ് അസോസിയേഷനിലെ പലരെ കുറിച്ചും പറയുന്നത് പോലെയാണ് CPMന്റെ യൂണിഫോം ഇട്ട ഈ ചുവന്ന കുപ്പായം ഇട്ടിട്ടുള്ള പലരും ഉണ്ട് പോലീസ് ഭരണം, ഈ പറയുന്ന ജയിൽ ഭരണത്തിൽ. ഈ ആളുകൾ ചേർന്നിട്ടാണ് ഇവർക്കെല്ലാം സൗകര്യങ്ങൾ ഉറപ്പും. അവരുടെ ചുമതല എന്താണ്? അവരുടെ പാർട്ടി ചുമതല. അവർ ശമ്പളം വാങ്ങിക്കുന്ന ട്രഷറിയിൽ നിന്നായിരിക്കും, പക്ഷെ ജയിലിനകത്ത് അവരൊരു പാർട്ടി ചുമതല കൂടി നിറവേറ്റുന്നുണ്ട്. ആ പാർട്ടി ചുമതല ഈ CPMന് പ്രിയപ്പെട്ട പ്രതികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ജയിലിനകത്ത് നിയമത്തെ നിഷ്കർഷിക്കുന്ന സൗകര്യങ്ങൾ മാത്രമേ ലഭിക്കുള്ളൂ. അതിന് പുറത്ത് മദ്യപിക്കുക എന്നുള്ളത്, കഞ്ചാവ് വലിക്കുക എന്നുള്ളത്, ഈ പറയുന്ന ടെലിഫോൺ, ഈ പറയുന്ന മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്, ഇതൊക്കെ ഉറപ്പുവരുത്തി കൊടുക്കുന്ന ഈ അടിമപ്പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വലിയ പടയുണ്ട് കേരളത്തിലെ ജയിലുകൾക്കകത്ത്. അതുകൊണ്ട് ഞാനിത് CPM ഈ പറയുന്ന TP കേസിലെ പ്രതികളെ ഭയന്നിട്ടാണ് എന്നൊന്നും വിചാരിക്കുന്ന നറേറ്റീവിൽ ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ TP കേസിലെ പ്രതികളാണെങ്കിലും എനിക്കറിയാവുന്ന സംഭവങ്ങളുണ്ട്. നേരത്തെ രവ പറഞ്ഞതാണ്. TP കേസിലെ പ്രതികൾ CPMനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്നുള്ളത്, പിന്നെ അവർ അധിക ദിവസം ജീവിക്കില്ല. അവരൊരുപക്ഷെ ഒരു വാഹന അപകടത്തിലോ ഒരു മരക്കൊമ്പിലെ ആത്മഹത്യയിലോ അവസാനിക്കുന്നുള്ള കാര്യം ഈ പ്രതികൾക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ എത്ര മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പിറകെ ഒന്നും മാധ്യമങ്ങൾ പോയിട്ടില്ല. പോകണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആണ്. ഇപ്പൊ ഒരു ADMന്റെ മരണത്തിന്റെ ദുരൂഹത പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയധികം പ്രവർത്തിച്ചിട്ടും പുറത്തു കൊണ്ടുവരാൻ ഇനിയും സാധിച്ചിട്ടില്ല. ആ നിലയിൽ ടോട്ടാലിറ്റേറിയൻ ഫാസിസ്റ്റ് സംവിധാനം നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അപ്പൊ അതുകൊണ്ട് ആരുടെയെങ്കിലും പുറത്ത് ചാരിയിട്ട് തങ്ങളുടെ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഒരൊറ്റ ചെറിയ കാര്യം നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണല്ലോ. ഈ EP ജയരാജന്റെ ഈ ആത്മകഥ എന്ന് പറയുന്ന വിചിത്രമായ ഒരു എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്താണ്. അതിപ്പോ എവിടെയാ പോയി നിൽക്കുന്ന ഒടുവില്? ഞാനൊന്ന് പ്രവചിച്ച കാര്യമാണ്. EP ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ജയരാജൻ വിരുദ്ധന്മാർ ഉണ്ടാക്കിയിട്ടുള്ള വളരെ ഗംഭീരമായിട്ടൊരു ഗൂഢാലോചനയുടെ എക്സിക്യൂഷനാണ് അന്ന് നടന്നത്. ആ ദിവസം ഈ ബൈ ഇലക്ഷന്റെ ദിവസം നടന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ എവിടെ എത്തി? DC ബുക്സിലെ പബ്ലിക്കേഷൻ മാനേജർ AV ശ്രീകുമാറിന്റെ ചുമലിൽ ചാരിയിട്ട് ഇത് മുഴുവൻ ക്ലീനാക്കിയെന്ന് മാത്രമല്ല ഇപ്പൊ EP ജയരാജനും സന്തുഷ്ടനാണ്. EP ജയരാജനെ പുറത്താക്കാൻ വേണ്ടി പണിയെടുത്ത മുഴുവൻ ആളും സന്തുഷ്ടനാണ്. ഇനിയിപ്പോ ഈ TP കേസിലെ ഈ പറയുന്ന കൊടിസുനിയെ പോലെ ഒരു ക്രിമിനലിന് കിട്ടിയിട്ടുള്ള ഈ പറയുന്ന നിയമവിരുദ്ധമായ പരോള് മുഴുവൻ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ തലയിൽ കൊണ്ടുപോയി ചാരാനാണ് പോകുന്നത് CPMും ഈ CPMന്റെ പിന്തുണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളും. ഇതൊരു CPMന്റെ വളരെ സുപരീക്ഷിതമായിട്ട് അവരെപ്പോ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ ചിലര് അറിഞ്ഞു പെട്ടുപോകും, ചിലർ അറിയാതെ പെട്ടുപോകും. DC ബുക്സിലെ ശ്രീകുമാർ അറിയാതെ പെട്ടുപോകാതിരിക്കും. കാരണം അയാൾക്കറിയാവുന്ന CPMന്റെ ഉന്നത നേതൃത്വവും അതിന്റെ കയ്യാളുകളും ചേർന്നിട്ടാണ് ഈ പറയുന്ന ആത്മകഥ എപ്പിസോഡ് ഇങ്ങനെ നടത്തിയെടുത്തത്, സംവിധാനം ചെയ്ത് നടത്തിയെടുത്തത്. പക്ഷെ എന്ത് സംഭവിച്ചു? അത് അവിടെ പോയി ശ്രീകുമാർ ചെന്ന് നിൽക്കുന്നു. EP ജയരാജനും അയാളെ പുറത്താക്കാൻ പുറപ്പെട്ട ആളുകളും ഒരുപോലെ ഒത്തുതീർന്നു. അതാണ് തിരശ്ശീലക്ക് പിറകിൽ. അപ്പൊ ഇത് CPM എന്ന് പറയുന്ന പാർട്ടി എത്ര റോളുകളിൽ എങ്ങനെയൊക്കെ ഗൂഢാലോചന എന്നതാണ് അവരുടെ പണികളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. ഏത് കാര്യത്തിലും ഗൂഢാലോചനകളിലൂടെ പ്രവർത്തിക്കുന്ന, പ്ലോട്ടുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന, അതിലവർ കക്ഷികളെ ഇങ്ങനെ കൂട്ടിച്ചേർക്കും. മനുഷ്യാവകാശ കമ്മീഷനെ ചേർക്കും, ജയിൽ DIGയെ ചേർക്കും, പല വക്കീലന്മാരെ ചേർക്കും. എന്നിട്ട് അവർ തീരുമാനിച്ചൊരു സ്ഥലത്ത് കാര്യങ്ങൾ എത്തിക്കും. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഈ പറയുന്ന ഈ കൊടിസുനിക്ക് കിട്ടിയിട്ടുള്ള 1 മാസം. ഇത് ആവർത്തിക്കാൻ പോവുകയാണ്. ഈ പാർട്ടിയും ഈ ഭരണവും നിലനിൽക്കുന്നിടത്തോളം കേരളത്തിലെ മനുഷ്യര്
നിരന്തരമായിട്ട് ഇതിന് ഇരയാക്കപ്പെടും. ഇരകൾക്കൊരു നീതിയും ലഭിക്കാൻ പോകുന്നില്ല. വേട്ടക്കാർ എന്നല്ല പറയേണ്ടത്. വേട്ടക്കാർ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വളരെ സൗമ്യമായ പ്രയോഗമാണ്. അതിനപ്പുറം പോകുന്ന ഈ കൂട്ട കൊലയാളികൾക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം നശിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല.